ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് ഒരു മോട്ടറിന്റെ പാർട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം പാർട്ട് ന്യൂ ക്രിയേറ്റ് ചെയ്യാം. മോട്ടറിന്റെ പാർട്ട് ഡ്രിവൻ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ആദ്യം സർക്കിൾ, സെൻറ്റർ പോയിന്റ് സർക്കിൾ സെലക്ട് ചെയ്യാം. 2 സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. സ്മാർട്ട് ഡയമെൻഷൻ 20 mm, outer diameter 70 mm. ഓക്കെ കൊടുക്കാം. ഫീച്ചേഴ്സിൽ പോകാം. എക്സ്ട്രൂഡ് അപ് ടു 5 mm, 10 mm. ഓക്കെ വ്യൂ ചേഞ്ച് ചെയ്യാം. അപ്പിയറൻസിൽ കളർ നമുക്ക് ഏതെങ്കിലും കളർ കൊടുക്കാം. ബ്ലൂ. ഓക്കെ, ബ്ലൂ വേണ്ട, ഗ്രീൻ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഫ്രണ്ട് പ്ലെയിൻ ഈ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. സർക്കിൾ ഈ സർക്കിൾ സെലക്ട് ചെയ്യാം. കൺവേർട്ട് എൻറ്റിറ്റി അത് നമുക്ക് ഓഫ്സെറ്റ് അടിക്കാം. 10 mm റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ കൊടുക്കാം. ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കാം ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക്. ഓക്കെ, ട്രിം എൻറ്റിറ്റി. ഓക്കെ, നേരെ ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് അപ് ടു 30 mm. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് സെലക്ട് ചെയ്യാം. ഇനി ബാക്ക് സൈഡ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ഒരു കോർണർ റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഒരു സെൻറ്റർ ലൈൻ വെച്ച് കൊടുക്കാം. ഹൊറിസോണ്ടൽ സെൻറ്റർ ലൈൻ. നമുക്ക് ഈ 3 ലൈനും സെലക്ട് ചെയ്യാം. സിമെട്രിക്. ഈ ലൈനും സർക്കിളും സെലക്ട് ചെയ്യാം. ടാൻജന്റ് റിലേഷൻ. സ്മാർട്ട് ഡയമെൻഷൻ എടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ ഈ ലൈൻ ടു സെൻറ്റർ പോയിന്റ് 31 mm. ഈ പോയിന്റും സർക്കിൾ ലൈനും കോയിൻസിഡന്റ്. അതുപോലെ തന്നെ ഈ സൈഡും ഈ പോയിന്റും സർക്കുലറിൻ്റെ ഇതും ഈ പോയിന്റും കോയിൻസിഡന്റ്. mm. ഓക്കെ, ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് കട്ട്. ത്രൂ ആൾ. ഓക്കെ കൊടുക്കാം. ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്. ലൈൻ ചൂസ് ചെയ്യാം.
line, select ഈ രണ്ട് ലൈനും കൂടി സെലക്ട് ചെയ്യുക. പാരലൽ, ഈക്വൽ റിലേഷൻ, സ്മാർട്ട് ഡയമെൻഷൻ, ലൈൻ ചൂസ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. again line, center line, center point ഒന്ന് ഒരു straight line, select smart dimension 45 degree, close ചെയ്യാം, select trim ചെയ്യാം. സ്മാർട്ട് ഡയമെൻഷനിൽ ഇത് അങ്ങോട്ട് എത്ര 53.80, ഓക്കെ. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് ചെയ്യാം. ഡയറക്ഷൻ 1 അപ് ടു വെർട്ടെക്സ് ഈ പോയിന്റ് വരെ. ഡയറക്ഷൻ 2 എടുക്കാം, അപ് ടു വെർട്ടെക്സ് ഈ പോയിന്റ് എടുക്കാം. ഓക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ഫില്ലൈറ്റ്, ഫുൾ റൗണ്ട് ഫില്ലൈറ്റ്, 1 phase, 2nd phase, 3rd phase. സെക്കൻഡ്ലി ഈ ഫേസ്, തേർഡ് ഈ ഫേസ്. ഓക്കെ, ഫുൾ റൗണ്ട് ഫേസ് ആയിട്ടുണ്ട്. ഇനി സെയിം ഈ ഫേസ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, സർക്കിൾ, സെൻറ്റർ പോയിന്റിൽ ഒരു സർക്കിൾ 15 mm, റേഡിയസ് 15. again fill features, extrude up to 15 mm, same. okay എടുക്കാം. ഇനി ബാക്ക് സൈഡ് സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, ഇൻസൈഡ് ഈ സർക്കിൾ കൺവേർട്ട് എൻറ്റിറ്റി, അഗൈൻ സെൻറ്റർ പോയിന്റ് സർക്കിൾ എടുക്കാം. പോയിന്റ്, സ്മാർട്ട് ഡയമെൻഷൻ 40 mm. ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് അപ് ടു 10 mm. ഓക്കെ, 10 mm. ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫേസ് സെലക്ട് ചെയ്യുക. നോർമൽ ടു സ്കെച്ച്, കോർണർ റെക്ടാങ്കിൾ, ലൈൻ, സെൻട്രൽ ലൈൻ എടുക്കാം, ടെമ്പററി ലൈൻ. ഈ 3 ലൈൻ സെലക്ട് ചെയ്യാം. സിമെട്രിക്, സ്മാർട്ട് ഡയമെൻഷൻ 4 mm. ഈ ലൈൻ തൊട്ട് സെൻട്രൽ പോയിന്റ് വരെ 12 mm. ഓക്കെ, ഫീച്ചേഴ്സിൽ പോവാം. എക്സ്ട്രൂഡ് കട്ട്
ത്രൂ ആൾ കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെറിക്കൽ ഡ്രിവൻ വീലിലെ ഒരു ചെറിയ പാർട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഡ്രൈവ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു. വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് സേവ് ചെയ്യാം.